നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട വന്ന സാഹചര്യം, ഒപ്പം അതിന് പിന്നാലെ അതിന് ഒപ്പമുണ്ടായ സംഘടനയ്ക്കാകെ ഉണ്ടായ ഒരു നാണക്കേട്, ഈ നാണക്കേടിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് നിലവിൽ സംഘടന പോകുന്നത്. അതിന് ഒരു വനിതാ നേതൃത്വം അനിവാര്യമാണ് എന്നുള്ളൊരു ആവശ്യം, എന്നുള്ളൊരു അഭിപ്രായം സംഘടനയിലെ പല നേതാക്കളും ഒപ്പം കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളും മുന്നോട്ട് വെച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ നിന്നുള്ള അരിത ബാബുവിന് പ്രഥമ പരിഗണന ഈ ഒരു സ്ഥാനത്തേക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. അരിത ബാബു നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെയാണ് അരിത ബാബുവിൻ്റെ പേര് പ്രധാനമായും പരിഗണനയിലേക്ക് വരുന്നത്. മറ്റൊന്ന് സോയ ജോസഫാണ്, നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സോയ ജോസഫിൻ്റെ പേരും ഒരേപോലെ തന്നെ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനയിൽ വരുന്നുണ്ട്. നിലവിൽ ഈ സ്ത്രീ വിഷയവുമൊക്കെ ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്കുണ്ടാക്കി നൽകിയിരിക്കുന്ന ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് മറികടക്കണമെങ്കിൽ സ്ത്രീപക്ഷ നേതൃത്വം തന്നെ ഈ സംഘടനയുടെ തലപ്പത്തുണ്ടാകണം എന്നുള്ള ആവശ്യം അത് വലിയ തോതിൽ ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റ് യുവ നേതാക്കളുടെ പേരുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായത്. എന്തായാലും അരിത ബാബുവിൻ്റെ പേര് വലിയ തോതിൽ സജീവമായി തന്നെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. നിലവിൽ അരിത ബാബുവിനോട് ചില മുതിർന്ന നേതാക്കൾ തന്നെ ഈ ആവശ്യം അരിത ബാബുവിനെ അറിയിച്ചിട്ടുണ്ട്.